Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ HSA ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ അപ്ലൈ ചെയ്ത ജില്ലയിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എത്രയാണ് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജില്ലയിലും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോമ്പറ്റീഷൻ കുറയുന്നു എന്ന് ഒരിക്കലും ആ ഒരു ധാരണ നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല. കാരണം എന്താണ്, നമുക്കറിയാം HSD എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് 5 റാങ്കിനകത്ത് എത്തിയാൽ മാത്രമേ, 5 എന്ന് പറയുന്നത് തന്നെ കുറച്ച് കൂടി പോയി എങ്കിലും പറയുകയാണ്, ആദ്യത്തെ ഒരു 5 റാങ്കിനകത്ത് എത്തിയാൽ മാത്രമേ നമ്മളുടെ ജോലി അവിടെ സെക്യൂർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് വെറുതെ എന്താണ്, ഒരു നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഞാൻ അപ്ലൈ ചെയ്ത ജില്ലയിൽ കുട്ടികൾ കുറവാണല്ലോ, അല്ലെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കുറവാണല്ലോ എന്ന് നമുക്കൊരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം പഠിക്കുന്നു അതിൻ്റെ ഒരു 2 ഇരട്ടി കൂടി നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ആ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് വേക്കൻസി അല്ല, അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണം ഒന്ന് നോക്കാം. ഓക്കെ, തിരുവനന്തപുരത്ത് ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പറയാം. 16,368 പേരാണ് HSA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കേരളം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. നമുക്കറിയാം, മലപ്പുറം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ എണ്ണവും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് എവിടെ തന്നെയാണ്, മലപ്പുറം ജില്ലയിലാണ്. അതിനുശേഷം വരുന്നത് 2ാം സ്ഥാനം പാലക്കാടിനാണ്. 2012 പേര് പാലക്കാട് ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് കാസർഗോഡ് വരുന്നുണ്ട്. 3ാം സ്ഥാനം കാസർഗോഡിനാണ്. 3ാം സ്ഥാനം വരുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 1938 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് കാസർഗോഡ് 1435 പേരും, കോഴിക്കോട് 1321 പേരും. പിന്നീട് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലാണ്, 1189 പേര്. പിന്നെയുള്ള ജില്ലകളിലെല്ലാം 300, 400, 500 ആ ഒരു റേഞ്ചിലാണ് കുട്ടികളുടെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും എടുത്തു തന്നെ പറയുകയാണ്, നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ നോക്കി കോമ്പറ്റീഷൻ ലെവൽ കുറവാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എന്താണ്, നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കുന്നു, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ iPlus HSA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് എക്സ്പേർട്ട് ടീച്ചേഴ്സിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക്